മസ്റ്റ് ബി. മസ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും അല്ലെങ്കിൽ ആകും എന്നൊക്കെയാണ് മലയാളം മീനിങ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഈ മസ്റ്റ് ബി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉപയോഗിക്കുക എന്നുള്ളതാണ്. മസ്റ്റ് ബി സ്ട്രോങ് ഗസ്സിങ്. സ്ട്രോങ് ഗസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച ഊഹം ഉണ്ടല്ലോ, നമ്മൾ ഉറപ്പിച്ചിട്ട് ഊഹിക്കൂലേ, അതുപോലെ സ്ട്രോങ് പോസിബിലിറ്റി, ഉറച്ച സാധ്യത. ഇതൊക്കെയാണ് സ്ട്രോങ് ഗസ്സിങ്, ഉറച്ച ഊഹം, അതുപോലെ സ്ട്രോങ് പോസിബിലിറ്റി, ഉറച്ച സാധ്യത. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഞാൻ നിങ്ങളുടെ മകനെ വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. നിങ്ങളുടെ മകനെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ അവൻ ഉറപ്പായിട്ടും വലിയ കുട്ടി ആയിട്ടുണ്ടാകും എന്ന് പറയാണ്. എന്താണ്? സ്ട്രോങ് ഗസ്സിങ് ആണ്. അപ്പം ഞങ്ങൾ പറയും നൗ ഹി മസ്റ്റ് ബി എ ബിഗ് ബോയ്. നൗ ഹി മസ്റ്റ് ബി എ ബിഗ് ബോയ്. ഇനി ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, അവിടെ വെറും 25 രൂപക്ക് 1 കിലോ ആപ്പിൾ വിൽക്കുന്നുണ്ട്. എന്താണ്? 25 രൂപക്ക് 1 കിലോ ആപ്പിൾ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നോട് പറയണം, എന്നാൽ പിന്നെ അത് ഉറപ്പായാലും ചീഞ്ഞതായിരിക്കും. എന്നാൽ പിന്നെ ഉറപ്പായാലും അത് ചീഞ്ഞതായിരിക്കും. 25 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ. അപ്പോൾ പറയാം, ദാറ്റ് മസ്റ്റ് ബി റോട്ടൻ. ദാറ്റ് മസ്റ്റ് ബി റോട്ടൻ. കാരണം 1 കിലോ ആപ്പിൾ 25 രൂപ കൊടുക്കണമെങ്കിൽ എന്തിനായിരിക്കും? അതെന്നാൽ സ്ട്രോങ് ഗസ്സിങ് ആണ്. സ്ട്രോങ് ഗസ്സിങ് അല്ലെങ്കിൽ സ്ട്രോങ് പോസിബിലിറ്റി. ഇനി അടുത്തൊരു ഉദാഹരണം ഞാൻ പറയാണ്. നിങ്ങൾ എന്നോട് പറയാണ്, ഇന്നലെ വൈകുന്നേരം എൻ്റെ 2000 രൂപ കളവ് പോയി. ഇന്നലെ വൈകുന്നേരം എൻ്റെ 2000 രൂപ കളവ് പോയി. അപ്പം ഞാൻ ചോദിക്കാണ്, അല്ല കളവ് എവിടുന്നാ പോയത്? അപ്പോൾ നിങ്ങൾ പറയാണ്, വീട്ടിൽ നിന്ന്. ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ആ സമയത്ത് ഒരാളില്ലായിരുന്നു വീട്ടിൽ. ആ സമയത്ത് എൻ്റെ വൈഫ് മാത്രം ഉള്ളായിരുന്നു. എൻ്റെ വൈഫ് മാത്രം. എന്നാ പിന്നെ ഷീ മസ്റ്റ് ബി ദ തീഫ്. എന്നാ പിന്നെ സംശയിക്കേണ്ട, അവളാണ് കള്ളൻ. കള്ളൻ അത് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഉറപ്പിച്ച് പറയാണ്. ഇനി അടുത്തൊരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, അരുൺ ഇപ്പോൾ വീട്ടിലില്ലല്ലോ. അരുൺ ഇപ്പോൾ വീട്ടിലില്ല. അപ്പം നിങ്ങൾ പറയാണ്, ഞാനിപ്പോൾ അവനെ കണ്ടതേ ഉള്ളൂ. ഹി മസ്റ്റ് ബി അറ്റ് ഹോം. ഹി മസ്റ്റ് ബി അറ്റ് ഹോം. കാരണം ഞാനിപ്പോൾ അവനെ കണ്ടതേ ഉള്ളൂ വീട്ടിൽ. എന്തേ പറയണേ? ഹി മസ്റ്റ് ബി അറ്റ് ഹോം.